നമസ്കാരം. ഞാൻ സർഗസൃഷ്ടിയിൽ നിന്നും പ്രേംരാജ്. സർഗസൃഷ്ടിയുടെ ആസ്വാദനവും ആലാപനവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സർഗസൃഷ്ടിയുടെ അഡ്മിനും നമ്മുടെയെല്ലാം പ്രിയങ്കരിയുമായ കവയിത്രി സരിതാ മധു രചിച്ച കണ്ണീരോർമ്മ എന്ന മനോഹരമായ ഒരു കവിതയാണ്. തങ്ങളുടെ എല്ലാമായിരുന്ന അമ്മയുടെ വേർപാടിൽ വളരെ ദുഃഖിതയായി മനം നൊന്ത് കഴിയുന്ന ആ മകൾ അമ്മ കിടന്നിരുന്ന ആ മുറിയുടെ വാതിൽ മെല്ലെ ഒന്ന് തുറന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വാതിൽ തുറന്ന നിമിഷം തന്നെ ആ മകളുടെ അടുത്തേക്ക് ഓടി വരികയാണ് ആ അമ്മ. അമ്മതൻ ഗന്ധം നിറയുന്നൊരാ മുറി തന്നിൽ ഞാനൊന്നങ്ങു ചെന്ന നേരം ഓർമ്മതൻ വാതിൽ പടി തുറന്നങ്ങനെ ഓടി വന്നെത്തുന്നൻ ചാരയായി, ഓടി വന്നെത്തുന്നൻ ചാരയായി. ആ മുറിയുടെ വാതിൽ തുറന്ന നിമിഷം തന്നെ ആ മകളെ കെട്ടിപ്പുണരുവാൻ ആ അമ്മ ഓടി വന്നിരിക്കുന്നു. മഞ്ഞിൻ തുള്ളി പോലെ തണുത്ത ആ കൈകളാൽ ആ മകളുടെ നെറ്റിത്തടം തലോടുകയാണ് ആ അമ്മ. ആ അമ്മയ്ക്ക് മനസ്സിലായി, എൻ്റെ വേർപാടിൽ വളരെ ദുഃഖിതയായി കഴിയുകയാണ് മകളെന്ന്. അലയടിച്ചുയരുന്ന തിരമാലകൾ കൂട്ട് ദുഃഖങ്ങൾ പേറി നടക്കുന്ന ആ മകൾക്ക് മഞ്ഞിൻ ഗണം പോലെ തണുത്തുറഞ്ഞ ഈ കൈകൾ അല്പം തണുപ്പ്, അല്പം ആശ്വാസം കിട്ടുവാൻ ഈ കൈകൾക്ക് സാധിക്കൂ എന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ തണുത്തുറഞ്ഞ കൈകൾ കൊണ്ട് ദുഃഖത്തിൻ്റെ ചൂടിനെ തണുപ്പിക്കുവാൻ ആ അമ്മ തയ്യാറായത്. വീണ്ടും വീണ്ടും തണുത്തുറഞ്ഞ ആ കൈകൾ കൊണ്ട് നെറ്റിത്തടത്തിലും കവിളുത്തുമെല്ലാം ആ അമ്മ തലോടുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊടുക്കുന്നു, മുത്തങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് ആ മകളെ അമ്മ. ആ സമയത്ത് ആ മകൾക്ക് ഒരു കുട്ടിയായി മാറേണ്ടി വന്നു. ഒരു കുട്ടിയെപ്പോലെ ആ മകൾ ആ അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞു. എങ്ങനെ ചായാതിരിക്കും? എത്രയോ ദിനങ്ങൾ രാവും പകലുമില്ലാതെ ആ അമ്മയുടെ താരാട്ട് കേട്ട് ഈ നെഞ്ചിൽ ഉറങ്ങിയിരിക്കുന്നു ഈ മകൾ. മെല്ലെ തഴുകുന്നു നെറ്റിമേലായത മഞ്ഞിൻ കണമൊന്നതിറ്റും പോലെ, നെഞ്ചകം വിങ്ങി ഉണർന്നു ഞാനാ നെഞ്ചിലേക്കങ്ങത ചാഞ്ഞിടുന്നു. കുട്ടിയായി ഞാനങ്ങു മാറിയിടും നേരം കെട്ടിപ്പിടിച്ചമ്മ മുത്തങ്ങളേകുന്നു. ആഞ്ഞടിച്ചിടുമ ആഴിത്തിര പോലെ ആയിരം ദുഃഖത്തിൻ ഭാരമുള്ളിൽ, സങ്കടമുള്ളിലൊതുക്കി ഞാൻ അമ്മയെ സന്തോഷമായിന്നു കാണുവാനായി, സന്തോഷമായിന്നു കാണുവാനായി. ആ അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങി ആ അമ്മയെ സന്തോഷം കൊണ്ട് കാണുകയാണ് ആ മകൾ. നമ്മുടെ ദുഃഖങ്ങളും പരാതികളും പരാധീനതകളും സങ്കടങ്ങളുമെല്ലാം അമ്മയെന്ന ജന്മം താഴ്ത്തി തണുപ്പിച്ചു തരും. നമ്മുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ദുഃഖങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റുവാൻ ഒരമ്മയ്ക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്ക് സാധിക്കും? പാരിലെനിക്കു മറ്റാരുള്ളൂ ഈ വിധം ഭാരമിറക്കിയൊന്നാശ്വസിക്കാൻ,
ഇനി ഈ മകൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അടുത്ത ജന്മത്തിൽ ഈ അമ്മയുടെ മകളായി ജനിക്കണം. അടുത്ത ജന്മത്തിൽ എന്നല്ല, വരും ജന്മങ്ങളിലെല്ലാം ഈ അമ്മയുടെ മകളായി ഈ മകളും ഈ മകളുടെ അമ്മയായി ഈ അമ്മയും ഒന്നിച്ച് ജീവിക്കും. അമ്മതൻ പൊന്മകളായി പിറക്കണം എന്നതൻ മോഹം വരും ജന്മവും നേരമങ്ങേറെ കഴിഞ്ഞു ഞാൻ ആ മുറി വാതിലു ചാരി ഇറങ്ങി മെല്ലെ. ഒരുപാട് നേരം കഴിഞ്ഞിരിക്കുന്നു. ആ വാതിൽ മുറിക്ക് പുറത്ത് കടന്നിരിക്കുകയാണ് മകൾ വാതിലും ചാരി. ആ വാതിൽ ചാരിയ സമയത്ത് കുഞ്ഞേ എന്നൊരു വിളി പിന്നിൽ നിന്നും ആ മകൾ കേട്ടിരിക്കുന്നു. തിരിഞ്ഞു നോക്കുവാൻ പോലുമാകാതെ, ഒന്നും ചെയ്യുവാനാകാതെ വളരെ ദുഃഖത്തോടെ നടന്നകലുകയാണ് ആ മകൾ. നേരമങ്ങേറെ കഴിഞ്ഞു ഞാൻ ആ മുറി വാതിലു ചാരി ഇറങ്ങി മെല്ലെ. കുഞ്ഞേ എന്നുള്ളത പിൻവിളിയിൽ നെഞ്ചകം വിങ്ങി തകർന്നിടുന്നു. എന്ത് മനോഹരമായ വരികളും രചനയുമാണിത്. ഇതുമാതിരിയുള്ള നല്ല നല്ല രചനകൾ ഇനിയും നമ്മുടെ കവിയത്രിക്ക് രചിക്കുവാൻ ജഗദീശ്വരൻ ഇട നൽകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.